ശ്ലോകം 5. ശ്രീശങ്കരോപി ഭഗവാൻ. ശങ്കരൻ ഭഗവാനാണ്. ശിവഗുരുവിൻ്റെയും ആര്യാമ്പയുടെയും പുത്രൻ. വളരെ കാലമായിട്ട് അവർക്ക് സന്താനമില്ല. അപ്പോൾ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പോയി ശിവനെ ഭജിച്ച് ആ ശിവൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ കുട്ടി ജനിക്കുന്നത്. അതുകൊണ്ടാണ് ശങ്കരൻ എന്ന് പേരിട്ടത്. അഞ്ചാമത്തെ വയസ്സാകുമ്പോഴേക്കും അച്ഛൻ പോയി. 7ാമത്തെ വയസ്സിൽ സന്യസിച്ച് പോവുകയും ചെയ്തു. പക്ഷേ ഭഗവാനാണെന്ന് എല്ലാവർക്കും അറിയാം. ശ്രീശങ്കരോപി ഭഗവാൻ. ഭഗവാൻ ശങ്കരൻ സകളേഷു താവൽ. സകളന്മാരെ, കലകളുള്ളവരെ. ഇവിടെ കല എന്താണ്? ഗുണങ്ങൾ. ആ ഗുണങ്ങളുള്ളവരിൽ ത്വാമേവ മാനയതി, അങ്ങയെ തന്നെ ബഹുമാനിക്കുന്നു. ഗുണങ്ങളുള്ളത് ആരൊക്കെയാണ്? ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ. അതിൽ അങ്ങയെ തന്നെ മാനിക്കുന്നു. അതുകൊണ്ട് എന്ത് മനസ്സിലാക്കുക നമുക്ക്? ശങ്കരാചാര്യ സ്വാമികൾ പക്ഷപാതമില്ലാത്ത ആളാണ്. യഹ ന പക്ഷപാതി ഹി. ആ ശങ്കരൻ പക്ഷപാതമില്ലാത്ത ആളാണ്. ശിവനായിട്ടല്ല പറഞ്ഞത്. ആരൊക്കെ സകളന്മാരുണ്ടോ അവരിൽ ശ്രേഷ്ഠൻ ഗുരുവായൂരപ്പൻ. ത്വാമേവ മാനയതി. അങ്ങനെ ഗുരുവായൂരപ്പന് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സ്ഥാനമാണ് നിങ്ങളുടെ തന്നെ ഗുരുവായിരിക്കുന്ന ശങ്കരാചാര്യ സ്വാമികൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് അവിടെ പൂജാക്രമങ്ങളൊക്കെ ചെയ്തത് ശങ്കരാചാര്യ സ്വാമികളാണ്. അതാണ് യോ നഹി പക്ഷപാതി. ഞാൻ ശൈവനാണ്, അതുകൊണ്ട് ശിവക്ഷേത്രത്തിൽ മാത്രമേ പോകൂ എന്നില്ല. പക്ഷപാതമില്ല. ദേവന്മാരെല്ലാം ഒന്ന് എന്നുള്ള ഉറച്ച ആളാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം ഉണ്ടാക്കിയതായ ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങളുടെ വ്യാഖ്യാനം ത്വന്നിഷ്ഠമേവ, ഭഗവത്പരമായിട്ട് ഗുരുവായൂരപ്പനിൽ സ്തുതിക്കുന്നതായിട്ടാണ് നാമസഹസ്രകാദി, സഹസ്രനാമം മുതലായത്. വേണമെങ്കിൽ ശിവനെ ഭജിക്കുന്നതായിട്ട് ഇതാവാം. അല്ല, ഗുരുവായൂരപ്പനെ ഭജിക്കുന്നതായിട്ടാണ് സഹസ്രനാമം, ഭഗവത്ഗീതയൊക്കെ അതിന് വ്യാഖ്യാനങ്ങൾ എഴുതിയത്, ഭാഷ്യങ്ങൾ രചിച്ചത്. നാമസഹസ്രകാരി വ്യാഖ്യ. എന്നിട്ടോ ഒടുവിൽ ഭവൽസ്തുതിപരശ്ച ഗതിംഗത. അന്തേ, അവസാനം ഭഗവാനെ സ്തുതിച്ചിട്ടാണ് അദ്ദേഹം പോയത്. ഏത് ഭഗവാൻ? വിഷ്ണു ഭഗവാനെ. വിഷ്ണു പാദാദികേശ സ്തോത്രം രചിച്ച് അത് അർപ്പിച്ചിട്ടാണ് ആ നിര്യാണ കാലത്തിൽ അദ്ദേഹം പോയത്, മുക്തിയെ പ്രാപിച്ചത് എന്ന് പറയും. അപ്പോൾ ശൈവന്മാരിൽ വെച്ച് ശ്രേഷ്ഠനായിരിക്കുന്ന ഭഗവാൻ ശങ്കരൻ തന്നെ സകലന്മാരായിട്ടുള്ള ദേവന്മാരിൽ വിഷ്ണുവാണ് ശ്രേഷ്ഠൻ എന്ന് സമ്മതിച്ചിരിക്കണു. അദ്ദേഹത്തിനെ ബഹുമാനിക്കണു. അദ്ദേഹത്തിനെ വർണ്ണിക്കുന്ന വിധത്തിലാണ് സഹസ്രനാമം, ഭഗവത്ഗീത മുതലായതിന് വ്യാഖ്യാനങ്ങൾ എഴുതിയിരിക്കുന്നത്. അന്തേ, അവസാനത്തിൽ, ആ നിര്യാണകാലത്തിൽ ആ വിഷ്ണു ഭഗവാനെ സ്തുതിച്ചിട്ട് വിഷ്ണു പാദാദിയേശ സ്തോത്രം
രചിച്ച് സ്തുതിച്ചിട്ട് ഗതിം ഗതഃ അദ്ദേഹം മുക്തിയെ പ്രാപിക്കുകയുണ്ടായി. ഗുരുവായൂരപ്പൻ തന്നെയാണ് ശ്രേഷ്ഠൻ എന്ന് ഓരോന്നിലും പറയുന്നു. കഴിഞ്ഞിട്ടില്ല. ശങ്കരാചാര്യ സ്വാമികൾ തന്നെ വീണ്ടും ഗുരുവായൂരപ്പൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഉള്ളതാണ് പുരാണസാരത്തിൽ വിദ്യാരണ്യ സ്വാമികൾ, ശ്രീ മാധവാചാര്യനെന്നും അദ്ദേഹത്തിന് പേരുണ്ട്. അദ്ദേഹം ഇതായത്